വൈദ്യരില്ലേ എവിടെ? അകത്തുണ്ടല്ലോ. കാണിച്ചെന്നോളൂ. വൈദ്യരെ നമസ്കാരം. വൈദ്യരെ, ഞാന് എൻ്റെ വലിയൊരു വിഷമം പറയാനാണ് ഞാൻ വന്നത്. എനിക്ക് അതിന് പരിഹാരം വൈദ്യര് പറഞ്ഞു തരണം. ഇല്ല, എഴുതി കൊണ്ട് തരാം. പേരും എന്റെ പ്രശ്നമല്ലേ വൈദ്യര് എഴുതേണ്ടത്? മൂത്രത്തിൽ കല്ലു, ഭർത്താവ് ഉറക്കം. മൂത്രത്തിൽ കല്ലു, ഭർത്താവ് ഉറക്കം. എന്തോ വൈദ്യരെ, മൂത്രത്തിൽ കല്ലൂന്നല്ല, എം ഉത്തരത്തിൽ കല്ലൂന്നാണ്. എം എന്ന് പറഞ്ഞ എന്റെ ഇനീഷ്യലും ഉത്തരത്തിൽ നിന്നുള്ളത് തറവാട്ടും പേരും കല്ലൂന്നാണ് എന്റെ പേര്. ഭർത്താവിന്റെ ഉറക്കം എന്ന് പറഞ്ഞത് അതാണ് ഇപ്പൊ എന്റെ പ്രശ്നം. അതിനെ കുറിച്ച് ഞാൻ വൈദ്യരോട് പറയാനാണ് ഇവിടെ വന്നത്. വൈദ്യരെ, ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ ഈ പ്രശ്നം ഞാൻ കുറേ ഡോക്ടർമാരെ കാണിച്ചു. ഡോക്ടർമാർ വലിയ ഓപ്പറേഷൻ വേണമെന്നാണ് പറഞ്ഞത് ഭർത്താവിന് ഉറക്കത്തിൻ്റെ കുടൽ ഞരമ്പ് പൊട്ടിയിരിക്കുകയാണ് പറഞ്ഞത്. അപ്പോൾ ഓപ്പറേഷനക്ക് ഒരുപാട് സംഖ്യ ആവുമെന്നും പറഞ്ഞു. അപ്പോൾ അതിനുള്ള പൈസ ഒന്നും നമ്മുടെ കയ്യിലില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവിടെ ഇങ്ങനെ ഒരു വൈദ്യരുണ്ട്, വൈദ്യരെ കണ്ടാൽ എല്ലാ പ്രശ്നത്തിനും പരിഹാരം ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് ഒരാൾ എന്നെ കൊണ്ട് പറഞ്ഞു വിട്ടതാണ്. അപ്പോ ഉറക്കഞ്ഞരമ്പ് പൊട്ടിയിരിക്കണോ? കക്കൂസിൽ പോകാനും ഭക്ഷണം കഴിക്കാനും മാത്രമാണോ നീക്കുള്ളൂ? കക്കൂസിൽ എങ്ങനെ പോകണമെന്ന് എനിക്ക് അറിയില്ല വൈദ്യരെ, അത് ആൾക്കും അറിയുള്ളൂ. കക്കൂസിക്ക് ഞാൻ പോവാറില്ല. മൊബൈൽ ഉപയോഗിക്കുന്ന ആളാന്ന് ചോദിച്ചാൽ നമ്മളെ വീട്ടില് പണ്ടത്തെ തീപ്പെട്ടിക്കൂട് പോലത്തെ ഒരു ഫോൺ ഉണ്ടല്ലോ വൈദ്യരെ, അങ്ങനത്തെ ഒരു ഫോൺ ഉണ്ട്. അത് നമ്മളെല്ലാരും ഇടയ്ക്ക് ഉപയോഗിക്കും, അല്ലാണ്ട് സ്ഥിരമായിട്ടൊന്നും ഉപയോഗിക്കുന്ന ആളല്ല. തോണ്ടണ ഫോണാ? ടച്ച് ഫോണാണോ വൈദ്യരെ? അതൊക്കെ കൊറേ പൈസ ആവൂലേ വൈദ്യരെ? രണ്ടെണ്ണം എന്തിനാ വൈദ്യരെ? ഒന്ന് താങ്കളോ ഒന്ന് ആളുടെ കയ്യിൽ കൊടുക്കണം. എനിക്ക് ഉറക്കത്തിന്റെ പ്രശ്നമൊന്നുമില്ല വൈദ്യരെ, പിന്നെ എന്തിനാ രണ്ടെണ്ണം? ഇത് ചികിത്സ അല്ല, ബുദ്ധിയാ വേണ്ടത്. ചികിത്സ പറ്റില്ല, ബുദ്ധിയാ വേണ്ടത്. താങ്കള് ഇൻസ്റ്റാഗ്രാമ്, ഫേസ്ബുക്ക്, എന്താ അങ്ങനത്തെ കുറെ ബുക്കുകളുണ്ടല്ലോ, അതൊക്കെ തുടങ്ങാം. എന്നിട്ട് വേറൊരു സ്ത്രീ പോലെ ഭർത്താവ് ഞങ്ങളുടെ മെസ്സേജ് ആണ് തട്ടിവിടാം. ഫേക്ക് അക്കൗണ്ട് തുടങ്ങിയിട്ട് മെസ്സേജ് അയക്കാനാ പറയണത്. മെസ്സേജ് തന്നെ ഞാൻ വേറൊരു പെണ്ണായിട്ട് ഭർത്താവിന് മെസ്സേജ് അയക്കുക. ഭർത്താവ് തെറ്റിദ്ധരിക്കും. പുതിയ സ്നേഹം തുടങ്ങില്ല, നേരം മുഴക്കോളം ഉറങ്ങാണ്ട് ഇങ്ങനെ അയച്ചുകൊണ്ടേ ഇരിക്കും അയാള്. എന്റെ ഭർത്താവ് പിന്നെ ഉറങ്ങൂല അല്ലേ? ഇല്ല, പിന്നീട് ഉറങ്ങണില്ലാതെ വന്നു കഴിഞ്ഞാൽ രണ്ടാൾക്ക് പെടയാ. മാത്രമല്ല മൊബൈൽ ഞാൻ കത്തിച്ച് കളയാൻ ചെയ്യും. എന്റെ ഭർത്താവ് ഉറക്കൊന്ന് കുറഞ്ഞാൽ മതി, എന്റെ ഭർത്താവിന്റെ ഉറക്കൊന്ന് പോയാൽ മതി, അത് മാത്രം മതി വൈദ്യുതി. എനിക്ക് അത് എന്ത് വേണമെങ്കിലും ചെയ്യാം. ധൈര്യമായിട്ട് പോയിക്കോളൂ കേട്ടോ, എനിക്ക് വേറെ പണിയുണ്ട് ഇവിടെ. പോയിക്കോളൂ, പോവാ.